ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്ന 2019 പുറത്തിറങ്ങിയ നീഷ ബെർത്ത് ഓഫ് ദ ഡീമൺ ചൈൽഡ് എന്ന അതിമനോഹരമായ ഒരു ചൈനീസ് ഫാന്റസി അനിമേഷൻ സിനിമയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അധികം സംസാരിക്കാണ്ട് നമുക്ക് കഥയ്ക്കുള്ളിൽ പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ വോയിസ് ഓവർ പ്ലേ ആവുന്നുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവങ്ങൾ കെയോസ് എന്ന് വിളിക്കുന്ന ഒരു മാന്ത്രിക വസ്തു ഉണ്ടാക്കി. സത്യം പറയുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതായിരുന്നു അതിന്റെ ജോലി. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കെയോസ് സ്വയം ചിന്തിക്കാൻ തുടങ്ങി. കൂടാതെ സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വേണ്ട പവറുകൾ വലിച്ചെടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ സ്വയം ശക്തിപ്പെടുത്തുവാനായി സൂര്യനെ മുഴുവൻ വിഴുങ്ങാൻ ആഗ്രഹിച്ചു. ഈ സംഭവം കണ്ട സ്വർഗത്തിന്റെ രാജാവ് കെയോസിനെ കീഴ്പ്പെടുത്തി കൊണ്ടുവരാൻ 2 ശിഷ്യന്മാരെ അയച്ചു. കുലുങ്ങി കുലുങ്ങി ഈ വരുന്ന ആളാണ് സായ് ഷെൻകാൻ. പന്നിക്കും ഇവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്തത് രണ്ടാമത്തെ ആള്. ഇവന്റെ പേര് ഷെൻ ഫ്രാൻകോ. നമ്മുടെ കഥയിലെ മെയിൻ വില്ലൻ എന്ന് വെച്ചോ. എടുത്തുടനെ വില്ലൻ, എടാ കയോസെ, മര്യാദയ്ക്ക് കീഴടങ്ങും, രാജാവ് നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് തായ് അകത്തേക്ക് കയറി. എടാ ചെറിയ പയ്യനെ, നീ എന്തിനാണ് പേടിപ്പിക്കുന്നത്? സ്നേഹത്തോടെ നിന്റെ അടുത്ത് പറയാണ്, മര്യാദയ്ക്ക് നീ കീഴടങ്ങിയാൽ അണ്ണൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്നാൽ കെയോസിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തന്റെ രൂപം പെട്ടെന്ന് ഒരു വലിയ രാക്ഷസനാക്കി മാറ്റി. സായുടെ കണ്ണും കിണ്ണവുമെല്ലാം ഇളകി പോകുന്ന രീതിയിൽ മുഖത്ത് നല്ല അടിവെച്ച് കൊടുക്കുന്നു. ഇത് കണ്ട് ചിരിച്ച വില്ലൻ തന്റെ മിന്നൽ വാളെടുത്ത് യുദ്ധത്തിന് പോകുന്നു. ആദ്യത്തെ ആക്രമണം തന്നെ കെയോസ് തടഞ്ഞു. ഇത് കണ്ട വില്ലൻ അവന്റെ മിന്നൽ ചാട്ട കൊണ്ട് കെയോസിനെ അടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ കിയോസ് ഒരാൾക്കുള്ളിലെ ശക്തി വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ചാട്ടയുടെ കയ്യിൽ നിന്ന് ആ മിന്നൽ പവർ അവനിലേക്ക് വലിച്ചെടുത്ത് തിരിച്ച് അതേ പവർ വെച്ച് തിരിച്ചെടുത്തു. അതേസമയം അടിവാങ്ങിയ സായ് ശ്രദ്ധ തിരിഞ്ഞ സമയത്ത് ഓടിവന്ന് കെയോസിന്റെ ഒരു കൈ പിടിക്കുന്നു. ചെറുതായി ഒരു വിസിലടിച്ചപ്പോൾ ഇവന്റെ മാതൃക തുണി നേരെ പറന്നു വന്ന് ആ കിയോസിന്റെ കൈകൾ കെട്ടിയിട്ടു. കണ്ടോ കണ്ടോ, നീ നന്നായി കുടുങ്ങിപ്പോയി. മര്യാദയ്ക്ക് അണ്ണൻ പറയുന്നത് കേട്ട് കീഴടങ്ങ്. എന്നാൽ കിയോസ് കളിയാക്കി ചിരിച്ചു. എന്തെന്ന് നോക്കിയപ്പോ അവന്റെ പുറകിൽ നിന്ന് വേറെ 4 കൈകൾ കൂടി വരുന്നുണ്ട്. തായുടെ മുഖത്ത് ചറപറ അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ മഹാരാജാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിഡ്ഢികളെ അയച്ചത് വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ആകാശത്തിൽ നിന്ന് ഒരു മാന്ത്രിക പാത്രം നേരിട്ട് കെയോസിന്റെ മേലേക്ക് എറിഞ്ഞിട്ട് അവനെ പിടികൂടി. അത് മാത്രമല്ല, ഈ കെയോസിന്റെ ശരീരത്തിലുള്ള പവറുകളെ 2 തരത്തിലുള്ള മാന്ത്രിക മുത്തുകളാക്കി വേർതിരിക്കുന്നു. അതിലൊന്ന് ഡീമൻ സോൾ, അതായത് മോശം ശക്തി. മറ്റൊന്ന് നല്ല ശക്തി. കുട്ടികളെ, ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഈ മോശം ശക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കൃത്യം 3 വർഷത്തിന് ശേഷം സ്വർഗത്തിലെ മിന്നലിൽ മൂലം ഈ ശക്തി ഇല്ലാതാകുവാൻ ഒരു ശാപം നൽകുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഷെങ്ടാൻ നഗരത്തിലെ ലിങ് ചാങ് അദ്ദേഹം നമുക്ക് വേണ്ടി പിന്തുണച്ച് ഒരുപാട് രാക്ഷസന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അതിന് നന്ദി പറയുന്ന രീതിയിൽ ലീയുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന 3ാമത്തെ കുട്ടിയിലേക്ക് ഈ നല്ല മുത്തിന്റെ ശക്തി നൽകുക എന്ന് പറഞ്ഞ് മാന്ത്രിക മുത്തുകൾ ഒരു മായ താമരപ്പെട്ടിയിൽ അടച്ച് അടുത്ത് നിൽക്കുന്ന വില്ലന്റെ കയ്യിൽ കൊടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ അത് സായിയുടെ കയ്യിലാണ് കൊടുത്തത്. വാസ്തവത്തിൽ ഈ വില്ലൻ സായേക്കാൾ ഒരുപാട് സീനിയറാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലന് രാജാവിനോട് ചെറിയൊരു ദേഷ്യം തോന്നുന്നു. അതിനുശേഷം സുപ്രീം ലോർഡ് അവിടുന്ന് പോകുമ്പോൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നേഷ എന്ന് പേര് വെക്കുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മറഞ്ഞു പോകുന്നു. ഒരു വശത്ത് നമ്മുടെ തായ് പറക്കുന്ന പന്നിയുടെ സഹായത്തോടെ ഷെങ്ടാൻ നഗരത്തിലുള്ള ലിങ്ചാങ്ങിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഷെൻചാങ്ങിലുള്ള ലീയും അദ്ദേഹത്തിന്റെ ഭാര്യയും കാണിക്കുന്നു. അവളിപ്പോൾ ഗർഭിണിയായിരിക്കുകയാണ്. ഏകദേശം 3 വർഷമായി. ദേശത്തോടെ അടുത്തുള്ള അമ്പലത്തിൽ വന്ന് ലീയും ഭാര്യയും, ദൈവമേ എന്തൊരു പരീക്ഷണമാണത്, ഏകദേശം 3 വർഷമായി എന്റെ ഭാര്യ ഗർഭിണിയായിട്ട്, എങ്ങനെയെങ്കിലും ഒരു നല്ല കുഞ്ഞെ ജനിക്കാൻ സഹായിക്കൂ. ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറക്കുന്ന പന്നിയിൽ വന്ന സായി മേൽക്കൂരയൊക്കെ പൊളിച്ച് പടയെന്ന് താഴേക്ക് വീഴുന്നു. സത്യം പറയുകയാണെങ്കിൽ ഈ ലീ ദമ്പതികളുണ്ടല്ലോ, ആക്ച്വലി ഇവർ സാധാരണ മനുഷ്യരെക്കാൾ വളരെയധികം പവർഫുൾ ആണ്. ദൈവത്തെ പോലെ അല്ലെങ്കിലും ദൈവത്തിന് തുല്യമായ ചില ശക്തികൾ ഇവർക്കുണ്ട്. ഇതിനു മുമ്പേ തായെ ഇവർക്കറിയാം. മാസ്റ്റർ, എന്താണ് പറ്റിയത്? എന്തിനാണ് ഞങ്ങളെ കാണാൻ വന്നത്? തായ് സ്വർഗത്തിന്റെ രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ഇവരെ അറിയിച്ചു. പിന്നീട് പുറത്ത് കുറെ നാട്ടുകാരെ കാണിക്കുകയാണ്. അവരെല്ലാം കൊട്ടാരത്തിന് ചുറ്റും വട്ടമിട്ട് നിൽക്കുകയാണ്.
അതേസമയം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വില്ലൻ നോക്കുന്നുണ്ട്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഒരാളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് മാന്ത്രിക കടലാസുകൾ അയാൾ കാറ്റിലേക്ക് എറിയുന്നു. ഒരു സൈഡിൽ ലേഡി ഇന്നിന് 3 വർഷത്തിന് ശേഷം പ്രസവവേദന അനുഭവപ്പെടുകയാണ്. അടുത്തതായി കൊണ്ടുവന്ന ആ മാന്ത്രിക താമര പേടകത്തിൽ നിന്ന് നല്ല ആത്മാവിന്റെ മുത്ത് വേർപ്പെടുത്തി അടുത്തുള്ള ഒരു കല്ലിൽ വെച്ചാൽ മതി. ആ ശക്തി രൂപാന്തരം പ്രാപിച്ച് നേരിട്ട് ലേഡി ഇന്നിന്റെ വയറ്റിലെ കുഞ്ഞിലേക്ക് പോകും. മാസ്റ്റർ സായി ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ മീശയുള്ള ഒരാൾ വന്ന് "സാ, എന്താ വെറുതെ ഇരിക്കുന്നേ, കുറച്ചിത് കഴിക്കൂ" എന്ന് പറയുന്നു. അതിന് തായ് "എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഈ സാധനം ഇവിടുന്ന് മാറ്റൂ" എന്ന് പറയുന്നു. "ഇത്തിരി കുടിച്ചോ" എന്ന് പറഞ്ഞിട്ട് ആ മീശക്കാരൻ അവിടുന്ന് മാറിപ്പോകുന്നു. മദ്യം കണ്ട് തായ് അത് മുഴുവനും കുളിച്ചു. പ്രശ്നം അതല്ല, മദ്യപിച്ച് ബോധമില്ലാതെ തായ് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് മദ്യം കൊണ്ടുവന്ന ആ മീശക്കാരൻ തിരികെ വരുന്നു. മാന്ത്രിക താമര പേടകത്തെ തൊടാനായി അടുത്തു പോകുമ്പോൾ ഏതോ ഒരു ശക്തി അയാളെ എടുത്ത് ദൂരേക്ക് എറിയുന്നു. ഇത് കണ്ട വില്ലൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇവിടെയാണ് കാര്യം മനസ്സിലായത്. വില്ലൻ എറിഞ്ഞ മാന്ത്രിക കടലാസിലൊന്ന് മീശക്കാരന്റെ മേൽ ഒട്ടിയിട്ടുണ്ട്. അത് വെച്ചാണ് വില്ലൻ അവരെ നിയന്ത്രിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ ഇൻ നിലവിളിക്കാൻ തുടങ്ങി. പേടിച്ചുപോയ ലീ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായി തായുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെയാണെങ്കിൽ ആ താടിക്കാരൻ തായെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ തായ് അനങ്ങുന്നില്ല. "മാറി നിൽക്ക്, ഞാൻ നോക്കിക്കൊള്ളാം" എന്ന് പറഞ്ഞ് ലീ തായിന്റെ ശരീരത്തിൽ ചടപടയെന്ന് തല്ലാൻ തുടങ്ങി. അവസാനം ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ തായ് കുടിച്ച മദ്യം മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു. സമയം കഴിഞ്ഞു. "കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, എന്റെ ഭാര്യയെ നീ രക്ഷിക്കണം" എന്ന് ലീ പറഞ്ഞതും "ശരി, ഞാൻ പോയി മാന്ത്രിക താമര തുറക്കാം" എന്ന് പറഞ്ഞ് അടുത്ത് ചെന്നപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നു. തായ് മദ്യപിച്ചതിന്റെ ഹാങ് ഓവറിൽ പാസ്വേഡ് മറന്നുപോയതുപോലെ ഏകദേശം 4 തവണ ശ്രമിച്ചിട്ടും പാസ്വേഡ് തെറ്റാണെന്ന് കാണിക്കുന്നു. 5-ാമത്തെ തവണയും പാസ്വേഡ് തെറ്റായി നൽകിയാൽ അടുത്ത 10 വർഷത്തേക്ക് ഈ പെട്ടി തുറക്കാൻ കഴിയില്ല. പെട്ടെന്ന് തായ് എന്തോ ആലോചിച്ചിട്ട് മാന്ത്രിക താമരയിൽ കൈവിരലടയാളം വെച്ചപ്പോൾ പാസ്വേഡ് തെറ്റാണെങ്കിൽ പോലും വിരലടയാളം മൂലം അത് തുറന്നു. "ഞാൻ എത്ര കഴിവുള്ള ആളാണ്, ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്" എന്ന് തായ് വീമ്പ് പറയുമ്പോൾ ഇത്രയും നേരം നല്ലവനായിരുന്ന താടിക്കാരൻ പെട്ടെന്ന് ചാടി വീണ് മാന്ത്രിക മുത്തുമായി കടന്നു കളയാൻ നോക്കുമ്പോൾ ലീ അയാളെ പിടികൂടുന്നു. തായ് അയാളുടെ ശരീരത്തിൽ ഒട്ടിയിരിക്കുന്ന മാജിക്കൽ പേപ്പർ കാണുകയും അതെടുത്തതിനു ശേഷം താടിക്കാരൻ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു. ശത്രുക്കളാണ് മാന്ത്രിക മുത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അകത്തേക്ക് വന്ന് 2 മുത്തുകളും എടുത്ത് അതിലെ ചീത്ത മുത്ത് അടുത്തുള്ള മാന്ത്രിക കല്ലിൽ വെക്കുന്നു. ലീയുടെ കുടുംബത്തിന് നൽകേണ്ടത് നല്ല ശക്തിയുള്ള മുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ചീത്ത ശക്തിയുള്ള മുത്താണ്. ഇത് തന്റെ കുട്ടിയുടെ ശരീരത്തിൽ പോകരുതെന്ന് കരുതി ലീ ഓടിവന്ന് ആ കല്ല് കുത്തി ഉടയ്ക്കുന്നു. പക്ഷേ കല്ല് പൊട്ടിയെങ്കിലും ആ മാന്ത്രിക ശക്തിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ നമ്മുടെ ഇന്നിന്റെ വയറ്റിലുള്ള കുഞ്ഞിയിലേക്ക് ആ ശക്തി പ്രവേശിക്കുന്നു. അടുത്ത നിമിഷം ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ ആ വീട് മുഴുവൻ പൊട്ടിത്തെറിക്കുന്നു. അതിനിടയിൽ ആ സ്ത്രീ നല്ല മാന്ത്രിക ശക്തിയുള്ള മുത്ത് വില്ലന് നൽകി. അതേസമയം ഇന്നിന്റെ പ്രസവം നോക്കിയ ലേഡി കയ്യിൽ കുഞ്ഞുമായി ഓടി വരുന്നു. "ഒരു വലിയ തെറ്റ് സംഭവിച്ചു, കുട്ടിയെ കാണാനില്ല, പകരം ഒരു മുട്ടയാണ് കിട്ടിയത്" എന്ന് പറയുന്നു. "മുട്ടയോ? കാണിക്കൂ" എന്ന് ലീയും തായും പറഞ്ഞു. ഇതെന്താണെന്ന് മനസ്സിലാകാതെ അവർ രണ്ടുപേരും അന്താളിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുട്ടക്കുള്ളിൽ നിന്ന് 2 കണ്ണുകൾ മുളയ്ക്കുന്നു. മാത്രമല്ല കൂർത്ത പല്ലുകളും ചുവന്ന മുടിയും വളരുന്നു. പെട്ടെന്ന് നിലത്തേക്ക് ചാടി ഉരുളുമ്പോൾ ആ കുട്ടിയെ ചുറ്റി വലിയൊരു തീഗോളം തന്നെ ഉണ്ടാകുന്നു. ചുറ്റുമുള്ള ആളുകളെ കാനൻ ബോൾ എറിയുന്നത് പോലെ അടിച്ചു വീഴ്ത്തുന്നു. അവസാനം കുട്ടിക്ക് കൈകാലുകൾ ഉണ്ടാകുന്നു. കുട്ടികൾ സാധാരണയായി കളിച്ചു നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തനിക്കുള്ളിലെ തീയുടെ ശക്തി അറിഞ്ഞ ആ കുട്ടി അത് അടുത്തുള്ള വീടുകളിലേക്ക് എറിഞ്ഞ് കളിക്കുകയാണ്. ഇവനാണ് നമ്മുടെ കഥയിലെ നായകൻ മേശ. ചുറ്റുമുള്ള ആളുകൾക്ക് അപകടം വരാത്ത രീതിയിൽ ലീ ആ തീഗോളങ്ങളെ തടയുന്നുണ്ട്. ഇതിനിടയിൽ തായ് തന്റെ കയ്യിലെ സ്വർണ്ണവള ഉപയോഗിച്ച് കുട്ടിയുടെ കൈകാലുകൾ ബന്ധിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ വള കഴുത്തിൽ ഒരു കവചം പോലെ ഇടുന്നു. ശ്വാസം കിട്ടാതെ കുട്ടി നിലത്തേക്ക് വീഴുകയും ഇതാണ് ശരിയായ സമയം, കുട്ടിയെ കൊന്ന് ശരീരത്തിലെ ചീത്തമുത്ത് പുറത്തേക്കെടുക്കാമെന്ന് തായ് തന്റെ കൈ ഉയർത്തി അടിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് മേശയുടെ അമ്മ ഓടി വന്ന് "എന്റെ കുട്ടിയെ വിടൂ" എന്ന് പറഞ്ഞ് അവനെ മറിച്ചു നിൽക്കുന്നു. ദേഷ്യം വന്ന മേശ ആണെങ്കിൽ അമ്മയുടെ കൈ തന്നെ കടിക്കാൻ തുടങ്ങി. വേദന സഹിച്ചിട്ടും "സാരമില്ലടാ, അമ്മ കൂടെയുണ്ട്" എന്ന് പറഞ്ഞ് സ്നേഹം കാണിക്കുമ്പോൾ അവൻ ദേഷ്യം മറന്ന് ഒരു പാവം കുട്ടിയെ പോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് സമാധാനമാകുന്നു.
പെട്ടെന്ന് ജനക്കൂട്ടത്തിന്റെ അകത്തുനിന്ന് വന്ന ഒരു കിളവൻ, ഈ കുട്ടി എന്തായാലും ഒരു പിശാച് കുട്ടിയാണ്, ഇവൻ ഈ ഗ്രാമത്തിനും ജനങ്ങൾക്കും ഭീഷണിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുന്ന തായ് അകത്തേക്ക് വന്ന് രാജാവ് നൽകിയ ശാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഈൻ വിഷമിക്കുന്നു. എന്റെ കുട്ടി 3 വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് ലേഡി ഈൻ ചോദിക്കുന്നു. അതെ, ഇവന് നൽകേണ്ട ദൈവിക ശക്തി ആരോ മോഷ്ടിച്ച് അതിനു പകരം ഡീമൺ ശക്തി കുട്ടിക്കുള്ളിൽ വെച്ചിരിക്കുകയാണ് എന്ന് തായ് നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറയുന്നു. ഒരു നിമിഷം വിഷമിച്ചെങ്കിലും ലീയും ഇന്നും തങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെടാൻ താല്പര്യമില്ല. 3 വർഷമെങ്കിൽ 3 വർഷം, അവൻ എന്റെ കൂടെ തന്നെ ഇരിക്കട്ടെ, അതിനുശേഷം എന്തായാലും സാരമില്ല എന്ന് പറഞ്ഞ് മീശയെ വളർത്താൻ തീരുമാനിക്കുന്നു. ലിങ്ജിങ് പറഞ്ഞു, നിങ്ങൾ നൽകിയ മാന്ത്രിക വളയം കൊണ്ട് എന്റെ മകനിലെ ചേച്ചുശക്തി പൂർണ്ണമായും പുറത്തു വരില്ല. അതുകൊണ്ട് ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് അപകടം വരാത്ത രീതിയിൽ നഗരത്തിൽ നിന്ന് മാറി എന്റെ മകന് വേണ്ടി ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. അതിനുവേണ്ടി നിങ്ങൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. ഇതൊക്കെ കേൾക്കുന്ന സായിക്ക് വിഷമം തോന്നുന്നു. വേറെ വഴിയില്ലാതെ സായ് അത് സമ്മതിക്കുന്നു. അതിനിടയിൽ കഥയിലെ വില്ലൻ കയ്യിലുള്ള നല്ല ശക്തിയുമായി നേരെ പോയിരിക്കുന്നത് കടലിനടിയിലുള്ള ഒരു വലിയ ഗുഹയിലേക്കാണ്. അവിടെയാണ് ഡ്രാഗൺ രാജാവിനെ ബന്ധിച്ചിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു ഡ്രാഗനുകളും അവിടെയുണ്ട്. എന്നാൽ ഈ ഡ്രാഗണുകൾ ഇവിടെ ജീവിക്കുന്നവയല്ല. സ്വർഗത്തിലെ ദേവന്മാർ ഡ്രാഗനുകളെ ഇവിടെയാണ് ബന്ധിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവരെ ഇവിടെ ബന്ധിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ദൈവങ്ങൾക്ക് വേണ്ടി ഈ ഡ്രാഗനുകൾ രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്തു. ഈ ഡ്രാഗണുകളുടെ അപരിമിതമായ ശക്തി മൂലം രാക്ഷസന്മാരെ പരാജയപ്പെടുത്തി. ഈ രാക്ഷസന്മാരെ തളച്ചിടാൻ ഒരിടം തേടിയപ്പോൾ കടലിനടിയിലുള്ള ഈ ഗുഹയാണ് ദൈവങ്ങൾ തിരഞ്ഞെടുത്തത്. രാക്ഷസന്മാർ പുറത്തു വരാതിരിക്കാൻ ഡ്രാഗനുകളെ തന്നെ കാവൽ നിർത്തി. അതുകൊണ്ട് തന്നെ 1000-ലധികം വർഷങ്ങളായി ഈ ഡ്രാഗനുകൾക്ക് പുറത്തു പോകുവാൻ കഴിയാതെ വന്നു. ദൈവങ്ങൾ തങ്ങളോട് ചെയ്ത ചതിയാണ് ഇതെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. തന്റെ അനന്തരാവകാശികൾക്കും ഈ ഗതി വരാതിരിക്കാൻ വില്ലനുമായി ഡ്രാഗൻ ഒരു പദ്ധതി രൂപപ്പെടുത്തി. ഷെൻ, ഞാൻ പറഞ്ഞതുപോലെ ആ നല്ല മുത്ത് കൊണ്ടുവന്നോ എന്ന് ഡ്രാഗൻ രാജാവ് ചോദിച്ചു. വില്ലൻ തന്റെ കയ്യിലുള്ള ശക്തി ഡ്രാഗൻ രാജാവിനെ കാണിക്കുന്നു. ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിന് ഫലം കിട്ടിയിരിക്കുന്നു. നല്ല ശക്തി ജനിക്കാൻ പോകുന്ന എന്റെ കുട്ടിയുമായി ചേരുമ്പോൾ അത് അപരിമിതമായ ശക്തിയായി മാറും. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ദൈവിക ശക്തി അവന് ലഭിക്കും. കൂടാതെ ഒരു ദേവനായി മാറി അങ്ങനെ അവൻ ഞങ്ങളെ ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് ഡ്രാഗൻ രാജാവ് ചിന്തിച്ചു. വില്ലന്റെ കയ്യിലുള്ള ആ ദൈവിക ശക്തി ഡ്രാഗൻ മുട്ടയുമായി ചേർത്തു. ആ മുട്ടിൽ നിന്ന് ഒരു ഡ്രാഗൻ പുറത്തു വന്ന് പെട്ടെന്ന് ഒരു കുട്ടിയുടെ രൂപത്തിലേക്ക് മാറുന്നു. ഇവനാണ് ഹൗബിങ്, നമ്മുടെ കഥയിലെ രണ്ടാമത്തെ നായകൻ. അടുത്ത സീനിൽ ലീയും തായും സ്വർഗത്തിലെ മഹാരാജാവിനെ കണ്ട് കുട്ടിയെ രക്ഷിക്കാനായി സഹായം ചോദിക്കാൻ പോകുന്നതാണ് കാണുന്നത്. ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ ഒരു വലിയ വാതിലുണ്ട്. അത് മാത്രമാണ് രാജാവിനെ കൊട്ടാരത്തിൽ പോകാനുള്ള ഏക വഴി. എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. സ്വർഗ കവാടത്തിന് മുമ്പിൽ ഒരു കാവൽക്കാരനുണ്ട്. മേഘത്തിന്റെ രൂപത്തിലാണ് അയാൾ ഇരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാനും കേണൽ ലീയും കൂടി ലീയുടെ കുട്ടിയെ രക്ഷിക്കാൻ മഹാരാജാവിനെ കാണാൻ വന്നതാണെന്ന് പറയുന്നു. ആ മേഘമനുഷ്യൻ അവരോട് പറഞ്ഞു, അയ്യോ, രാജാവ് ചില കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയിരിക്കുകയാണല്ലോ, തിരിച്ചു വരാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. എന്താണ് കാര്യമെന്ന് കൃത്യമായി പറയുമോ? എന്റെ കുട്ടിക്ക് സ്വർഗത്തിലെ മിന്നലേറ്റ് മരിക്കുമെന്നുള്ള ശാപം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ലീ പറയുന്നു. ദൈവമേ, നിങ്ങൾക്ക് കാര്യം അറിയില്ലേ? ഈ ശാപത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ രക്ഷിക്കാനാകില്ല. ഇത് കേട്ട് സങ്കടപ്പെടുന്ന ലീയെ കാണിച്ചാണ് ഈ സീൻ കട്ട് ചെയ്യുന്നത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞു. നമ്മുടെ ഹീറോ നെഷ ബോറടിച്ച് ഒരു മതിലിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അതിന് കാരണം പുറം ലോകത്തേക്ക് പോയി അവൻ മറ്റുള്ളവർക്ക് അപകടം വരുത്താതിരിക്കാനാണ്. അവന്റെ അച്ഛൻ കൊട്ടാരത്തിന് ചുറ്റും ഒരു മാന്ത്രിക വലയം തീർത്തിയിട്ടുണ്ട്. ദേഷ്യത്തോടെ അവൻ കൊട്ടാരത്തിലെ പല ഭാഗങ്ങളും തകർത്തിരിക്കുന്നതായി നമുക്ക് കാണാം. പെട്ടെന്ന് നീഷയുടെ അമ്മ ലേഡി ഈൻ അവിടേക്ക് വരുന്നു. നിഷ, നീ എന്തെടുക്കുക? എന്താ ഇവിടെ ഇരിക്കുന്നേ എന്ന് അമ്മ ചോദിക്കുന്നു. എന്റെ കൂടെ കളിക്കാൻ ആരും വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുവാണ് എന്നവൻ മറുപടി പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനും ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ടാണ് നിന്റെ കൂടെ ഇരിക്കാൻ പറ്റാത്ത. പക്ഷെ ഇന്ന് എനിക്ക് ലീവാണ്. മുഴുവൻ ദിവസവും ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ജിയാൻറ്റി ഉണ്ടല്ലോ, അത് വെച്ച് നമുക്കിന്ന് കളിക്കാം എന്ന് അവന്റെ അമ്മ അവനോട് പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ ഹീറോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നു. അമ്മ ഇന്ന് നിന്റെ കൂടെ ഫുൾ ടൈം കളിക്കാം
എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ അവിടുന്ന് ചാടി. രണ്ടുപേരും കാൽ കൊണ്ട് ചട്ട പോലെ എന്തോ ഒരു തടി കഷ്ണം തട്ടി കളിക്കാൻ തുടങ്ങി. ഇത് ആദ്യം കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നേഷയുടെ അപരിമിതമായ ശക്തി മൂലം ആ കട്ട നേരെ അമ്മയുടെ മേലെ ഇടിച്ച് അടുത്തുള്ള മതിലുകൾ വരെ തകർന്നു വീഴുന്നു. വേണ്ട, ഇതുപോലെ രണ്ട് കളി കളിച്ചാൽ ഞാൻ ചത്തുപോകും എന്ന് അമ്മ ചിന്തിച്ച് കവചം ധരിച്ച് സൂക്ഷിച്ചാണ് പിന്നീട് കളിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഒരു കാവൽക്കാരൻ റാണി, അതിർത്തിയിൽ രാക്ഷസന്മാർ വന്നിട്ടുണ്ട്, നിങ്ങൾ ഉടനെ അങ്ങോട്ട് വരണം എന്ന് പറയുന്നു. ഇത് കേട്ടതും നേഷയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ഉടനെ ലേഡിയിൻ അവിടെ വന്ന്, മോനെ, ഇന്നത്തെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ, നാളെ ഞാൻ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ, വേണ്ട, വെറുതെ കള്ളം പറയണ്ട, ഇങ്ങനെ തന്നെയാ എപ്പോഴും അമ്മ പറയുന്നത്. പക്ഷെ ഒരു ദിവസം പോലും അമ്മ എന്റെ കൂടെ മുഴുവനായി കളിച്ചിട്ടില്ല, ഇനി മേലാൽ എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ആ മതിലിന്റെ മുകളിൽ പോയി ഇരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ലേഡിയും പടയാളികളുമായി അവിടുന്ന് പോകുമ്പോൾ പുറത്ത് മാന്ത്രിക വാതിൽ തുറക്കാനായി തായുടെ കയ്യാളുകളെ രണ്ട് പച്ച ചീവുകൾ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നീഷയെ പുറത്തു വിട്ടതുപോലെ ഈ തവണയും അവനെ വിട്ടാൽ വലിയ പ്രശ്നമാകും എന്ന് ലേഡിയൻ അവരോട് പറയുന്നു. അപ്പോൾ കാവൽക്കാരിൽ ഒരാൾ, റാണി, ഞാനൊന്നും ചെയ്തില്ല, ഇവനാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ, എന്നെയാണോ പറയുന്നത്, നീയല്ലേ അതിന് കാരണം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ അവിടെ വെച്ച് തർക്കിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് തർക്കമെല്ലാം അവസാനിച്ചു. പക്ഷേ ഒളിച്ചിരുന്ന് ഇതെല്ലാം കണ്ട നായകൻ മനഃപൂർവ്വം ഒരാളുടെ മേലേക്ക് കല്ലെറിഞ്ഞിട്ട് വീണ്ടും തർക്കം തുടങ്ങി വെക്കുന്നു. അവർ തമ്മിൽ അടിപിടിയുണ്ടാക്കിയ ചെറിയ ഗ്യാപ്പിൽ മാന്ത്രിക വടികൾ ഉപയോഗിച്ച് മാന്ത്രിക വലയം കടന്ന് അവൻ പുറത്തിറങ്ങുന്നു. നമ്മുടെ ഹീറോ നേരെ പോകുന്നത് അടുത്തുള്ള ഗ്രാമത്തിലേക്കാണ്. അവനെ കണ്ടതും എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. പേടിച്ച് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നവരെ പോലും അവൻ വെറുതെ വിട്ടില്ല. അവസാനം ഒരു വണ്ടിക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന 4-5 പേർ തല പുറത്തിടുമ്പോൾ അവൻ ചുറ്റിക കൊണ്ട് തല്ലിക്കളിക്കുകയായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന അതേ സമയം അടുത്തുള്ള കാട്ടിനുള്ളിൽ നഗരത്തിലെ ചില കുട്ടികൾ അവിടെയുള്ള ഒരു പഴയ വീട്ടിന്റെ ഉള്ളിൽ ഹീറോയെ പിടിക്കാനുള്ള പ്ലാനുകൾ ആലോചിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ പയ്യൻ വന്നിട്ട്, ഹീറോയെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയുന്നു. നീഷ പാലത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെയുള്ള കട്ട മാറ്റിയാൽ അവൻ താഴെ വീഴും. അപ്പോൾ കട്ടയുടെ മറവിലുള്ള രണ്ടാമത്തെ ട്രാപ്പിൽ നിന്നും ഒരുപാട് ആയുധങ്ങൾ അവന്റെ മേലേക്ക് വീഴും. ഒരുപക്ഷെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മൂന്നാമത്തെ ട്രാപ്പിൽ നിന്നും ഒരു വലിയ പാറ ഉരുട്ടാം. അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ നാലാമത്തെ ട്രാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വിഷപ്പാമ്പ് അവനെ കടിക്കാൻ വരും. അപ്പോൾ അത് പേടിച്ച് അവൻ ഓടാൻ ശ്രമിക്കുമ്പോൾ അറിയാതെ തേനീച്ചക്കൂട്ടിൽ തട്ടി അവൻ വീണ്ടും പേടിക്കും. അങ്ങനെ പേടിച്ച് അവൻ അടുത്തുള്ള ചെളിയിലേക്ക് ചാടും. ഈ ഒരു പനിഷ്മെന്റ് അവന് ധാരാളമായിരിക്കും. കൊള്ളാലോ, നല്ല ഐഡിയയാണ് എന്ന് പറഞ്ഞ് ചെളിവെള്ളം കൂടുതൽ വൃത്തികേടാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരുത്തന് ഒരു സംശയം. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ എങ്ങനെയാണ് നിഷയെ ഇവിടെ കൊണ്ടുവരുന്നത്? അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ അവനെ പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്ക് എടുത്തു കാണിക്കുമ്പോൾ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നിഷയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് കണ്ട് ബാക്കി എല്ലാവരും പേടിച്ച് ഓടാൻ തുടങ്ങുന്നു. നിഷയെ വെച്ച് എന്തെല്ലാം ചെയ്യാൻ പ്ലാൻ ഇട്ടോ അതെല്ലാം ഇപ്പോൾ അവർക്ക് തന്നെ സംഭവിക്കുന്നു. ഇതെല്ലാം കാണുന്ന നിഷയാണെങ്കിൽ, നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് നിഷ അവിടെ നിന്ന് പോകുമ്പോൾ, ഡേ നിൽക്കടാ, ഞങ്ങളെ ഇങ്ങനെ ആക്കിയിട്ട് നീ ചിരിക്കുകയാണോ? നിങ്ങൾ സാധാരണ കുട്ടികളാണ്, പക്ഷെ നീ ഒരു രാക്ഷസനാണ് എന്ന് പറഞ്ഞ് ആ കുട്ടികൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായകനെ ആരെങ്കിലും രാക്ഷസൻ എന്ന് വിളിക്കുന്നത് അവൻ ഇഷ്ടമല്ല. ദേശത്തിൽ അടുത്ത് കണ്ട പാറ അവൻ ചവിട്ടി തെറിപ്പിക്കുന്നു. ആ പാറ ആ കുട്ടികളുടെ നേരെയാണ് വരുന്നത്. ഭാഗ്യത്തിന് അതുവഴി വന്ന സായി ആ കുട്ടികളെ രക്ഷിച്ചു. പിന്നാലെ നിഷയുടെ അച്ഛൻ വന്ന്, നിന്റെ കുസൃതിക്കളികൾ ഓടിപ്പോയി, ഇനി മേലിൽ നിന്നെ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ റൂമിനുള്ളിൽ അവനെ അടച്ചു. അതിനു ചുറ്റും ഒരു മാന്ത്രിക വലയം തീർത്തു. പക്ഷേ നിഷയെ ഇങ്ങനെ അടച്ചിടുന്നത് അവർക്ക് വളരെയധികം വിഷമമായിരുന്നു. തന്റെ വിഷമങ്ങൾ സായിയോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ, നിങ്ങൾ നിഷയെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല, അവൻ ഇനിയും 2 വർഷം സമയമുണ്ട്. അവനെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചാൽ ഈ നാടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല കുട്ടിയായി മാറും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ രാവിലെ പതിവ് പോലെ നിഷയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ താടിക്കാരൻ മാന്ത്രിക വലയം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയെ അവിടെ കാണുന്നില്ല. അയ്യോ എന്ന് പറഞ്ഞ് അയാൾ ഞെട്ടുന്നു. ഉടനെ ഈ വിവരം കേണൽ ലീയെ അറിയിക്കണമെന്ന് പറഞ്ഞ് ആ പച്ച ജന്തുക്കളും അയാളോട് കൂടെ ഓടുന്നു. എന്നാൽ
സത്യത്തിൽ നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടിരുന്നില്ല. അവൻ ആ വീട്ടിനുള്ളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വീണ്ടും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് അവൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ കാറ്റിൽ പറന്നു നടക്കുന്ന ഒരു ചിത്രം ശ്രദ്ധിക്കുന്നത്. എന്താണിത്? ഇതെന്ത് മേജിക്? എന്ന് പറഞ്ഞ് നിഷ അതിൽ തൊടുമ്പോൾ ആ ചിത്രം അവനെ അതിനുള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. നോക്കുമ്പോൾ അവൻ മറ്റൊരു മായാ ലോകത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ സായി നിൽപ്പുണ്ടായിരുന്നു. നീ ആരാണ്? എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്ന് നേഷ അവനെ നോക്കി ദേഷ്യപ്പെടാൻ തുടങ്ങി. ദേഷ്യപ്പെടണ്ട നിഷ. നിനക്കിവിടെ എന്തും ചെയ്യാം. ഈയൊരു ബ്രഷ് മതി. നിനക്ക് എന്താണോ ആഗ്രഹം അതിവിടെ സാധ്യമാക്കാം എന്ന് പറഞ്ഞ് സായി അവന് ഒരു ബ്രഷ് കാണിച്ചു. ആ ബ്രഷ് എടുത്ത് മരത്തിലേക്ക് നീട്ടുമ്പോൾ അതൊരു ബോട്ടായി മാറുന്നു. ആകാശത്തേക്ക് നീട്ടുമ്പോൾ വലിയൊരു ചുഴലിക്കാറ്റ് വരുന്നു. അതിൽ നിന്ന് കടൽ പോലെ വെള്ളം താഴേക്ക് വരുന്നു. നേഷയും സായും ആ ബോട്ടിൽ ഇരുന്നതും വെള്ളത്തിന്റെ വേഗത കാരണം ബോട്ട് അവിടെയും ഇവിടെയുമൊക്കെയായി പറന്നു നടക്കുന്നു. ആദ്യമായി ഇങ്ങനെയൊന്ന് കണ്ടപ്പോൾ അവന് അത്ഭുതമായി. എല്ലാം കണ്ടു കഴിഞ്ഞിട്ടും അവൻ അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. കുറച്ചു നേരെ നിനക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ എന്നെ ഇവിടെ നിന്ന് വിടൂ എന്ന് അവൻ പറഞ്ഞു. എന്നാൽ സായി കേൾക്കുന്ന മട്ടിലായിരുന്നില്ല. കുറച്ച് മാന്ത്രിക വാക്കുകൾ ഉരുവിട്ടപ്പോൾ നേഷ്യയുടെ അടുത്തുള്ള പാറ ഒരു വലിയ കത്രികയായി മാറുന്നു. ഭാഗ്യത്തിന് അവൻ മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു. പേടിച്ചവൻ കല്ലിന് മുകളിലേക്ക് കയറുന്നു. സായി വീണ്ടും മന്ത്രം ചൊല്ലിയപ്പോൾ ആ കല്ല് ഒരു പാത്രമായി മാറി. അവസാനം അവൻ ഒരു ചെടിയുടെ പിറകിൽ ഒളിച്ചപ്പോൾ സായി അതിനെ ഒരു നോൺ വെജ് വിഭവമാക്കി മാറ്റി. ഓഹോ, ഫുഡ്! എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് അവൻ ഒരു കഷ്ണം കഴിച്ചു. പക്ഷെ അത് വീണ്ടും ചെടിയായി മാറി. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഈ മന്ത്രം എനിക്ക് പറഞ്ഞു തരുമോ? ഞാൻ നിങ്ങളെ മാസ്റ്ററായി സ്വീകരിക്കാം എന്ന് നമ്മുടെ ഹീറോ അവനോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സായി ആ മന്ത്രം മേശയുടെ ചെവിയിൽ പറഞ്ഞു. ഒരു വസ്തുവിന്റെ രൂപം മാറ്റാൻ എനിക്ക് 6 മാസം എടുത്തു. നിനക്കും അതിന് കൂടുതൽ സമയമെടുക്കും എന്ന് പറഞ്ഞ് സായി ഉറങ്ങാൻ പോകുന്നു. നിഷ മന്ത്രം ചൊല്ലി കല്ലിന്റെ രൂപം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി. അമ്മ വന്നിട്ട് നേഷ എവിടെ എന്ന് ചോദിക്കുന്നു. ഞാൻ അവനെ കുറച്ചു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അവൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. സായി നോക്കുമ്പോൾ നിഷ അവിടെ ഒരു കുളത്തിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇത് കണ്ട് അവനെ രക്ഷിക്കാൻ കുളത്തിലേക്ക് ചാടുന്നു. പക്ഷേ ആഴം കുറവായതുകൊണ്ട് മൂക്കിടിച്ച് വെള്ളത്തിൽ വീഴുന്നു. എങ്ങനെയോ വെള്ളത്തിൽ കിടന്ന നെഷയെ എടുത്ത് കരയിലേക്ക് വരുന്നു. എന്നിട്ട് വായിലൂതി ശ്വാസം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഊതുന്തോറും നെഷ വയറ് വീർക്കുന്നു. പെട്ടെന്ന് തന്നെ വയറ് പൊട്ടി ഒരു പുക പുറത്തേക്ക് വരുന്നു. പുക മാറിയപ്പോൾ മുന്നിൽ ഒരു വലിയ തവള. മാത്രമല്ല ആ തവളയുടെ വിഷം മൂലം സായുടെ ശരീരം മുഴുവൻ തടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് നേഷയുടെ അമ്മ ചിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് അമ്മയുടെ രൂപം മാറി നേഷയുടെ രൂപം വരുന്നു. തായി പഠിപ്പിച്ചു കൊടുത്ത രൂപം മാറാനുള്ള മന്ത്രം നേഷ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുത്തു. അത് വെച്ചാണ് നേഷ ഇതെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് മേജിക് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് നേഷ ചോദിക്കുന്നു. ഓക്കെ, ആദ്യം നീ എന്നെ സുഖപ്പെടുത്ത്. ഇതിനുള്ള മരുന്ന് എന്റെ പേന്റിലുണ്ട്. അതൊന്ന് എടുത്തു തരുമോ എന്ന് തായ് ചോദിക്കുന്നു. നേഷ നോക്കുമ്പോൾ സായുടെ പാന്റിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അവൻ ഓരോന്നായി എടുത്ത് ഇതെന്താ ഇതെന്താ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിൽ ഒരു ഈട്ടി കിട്ടുന്നു. ഈട്ടിയിൽ നിന്ന് വന്ന തീ സായിയുടെ ഡ്രസ്സാകെ കത്തിച്ചു. അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സായി നിലവിളിക്കാൻ തുടങ്ങി. അതേസമയം നേഷയുടെ അച്ഛനും അമ്മയും വന്ന് സായിയെ രക്ഷിച്ചു. നീ എന്നോട് കുറച്ചുകൂടി മര്യാദയൊക്കെ കാണിക്കുകയാണെങ്കിൽ ദുഷ്ടശക്തികളെ എങ്ങനെ കൊല്ലണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്ന് തായ് നമ്മുടെ ഹീറോയോട് പറഞ്ഞു. എനിക്കതൊന്നും പഠിക്കേണ്ട, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടന്നാൽ മതി എന്ന് നേഷ ദേഷ്യപ്പെട്ട് പറഞ്ഞു. അതിന് നിനക്ക് ഈ ബ്രഷ് ഉപയോഗിക്കണം. ഓ, അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്ന് ദേഷ്യപ്പെട്ട് നേഷ ചോദിച്ചു. ആരും നിന്നെ ഇവിടെ അടച്ചു വെച്ചിരിക്കുകയില്ല. നീ ഈ പരിശീലനം പൂർത്തിയാക്കി ദുഷ്ടശക്തികളോട് പോരാടിയാൽ മാത്രമേ ഇവിടെയുള്ളവർ നിന്നെ നന്നായി കാണുകയുള്ളൂ എന്ന് അവന്റെ അമ്മ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു. അപ്പോൾ നേഷയ്ക്ക് ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വന്നു. നേഷ ഒരു കുട്ടിയുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഒരു രാക്ഷസനെ പോലെ കണ്ട് അകറ്റി നിർത്തി. അവിടുത്തെ മറ്റു കുട്ടികളാണെങ്കിൽ അവനെ വെറുക്കാനും കിട്ടിയ സാധനങ്ങൾ കൊണ്ട് എറിയാനും തുടങ്ങി. അതെല്ലാം ഓർത്ത് അവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും ഇവിടെയുള്ളവർ എന്നെ ഒരു രാക്ഷസനായിട്ടേ കാണുകയുള്ളൂ. ശരിക്കും ഒരു രാക്ഷസൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം
എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അവന്റെ അച്ഛനും അമ്മയും, നീ സത്യം അറിയേണ്ട സമയമായിരിക്കുന്നു. ദൈവം തന്ന നല്ല മുത്തുമൂലം ജനിച്ച ദൈവക ശക്തിയാണ് നീ. നീ ജനിച്ചത് തന്നെ മറ്റു ദുഷ്ടശക്തികളെ കൊല്ലാനാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ മാറ്റി പറഞ്ഞ് ഒരു വിധത്തിൽ നേഷയെ സമാധാനപ്പെടുത്തി. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. നേഷ ഇതുവരെയായിട്ടും ഭൂമിയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ആ മാന്ത്രിക ലോകത്ത് തന്നെയാണ് ഉള്ളത്. അവൻ നന്നായി പരിശീലനം കഴിഞ്ഞ് ഗ്രാമത്തിലെത്തിയ മോൺസ്റ്റേഴ്സിനോട് യുദ്ധം ചെയ്യുകയാണ്. ശരിക്കും അതൊരു തകർപ്പൻ യുദ്ധം തന്നെയാണ്. നമ്മുടെ നേഷയാണെങ്കിൽ മോൺസ്റ്റേഴ്സിനെ മാത്രമല്ല അവിടെയുള്ള പല സാധനങ്ങളും നശിപ്പിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന തായാണെങ്കിൽ ഫൈറ്റിൽ നേഷയ്ക്ക് പറ്റിയ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. നേഷ മോൺസ്റ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെയുള്ള പല വസ്തുക്കളും നശിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സായി നേഷയോട് ചോദിക്കുമ്പോൾ ഇത് വെറുമൊരു ഇലൂഷൻ ഫൈറ്റ് അല്ലേ, ഇവരൊന്നും ഒറിജിനൽ അല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ തായാണെങ്കിൽ അവനെ ഒരുപാട് ചീത്ത പറഞ്ഞ് അവന്റെ കയ്യിലുള്ള ആയുധങ്ങൾ തിരിച്ചു മേടിക്കുന്നു. ദേഷ്യം വന്ന നേഷയാണെങ്കിൽ തായുടെ കയ്യിൽ നിന്ന് ബ്രഷ് മോഷ്ടിച്ച് അതുമായി ആ മായ ലോകത്തിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഇപ്പോൾ തായും നേഷയുടെ അച്ഛനും അതേ പെയിന്റിങ്ങിനുള്ളിൽ പെട്ടിരിക്കുകയാണ്. തായ്ക്കും ലീക്കും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ മാജിക് ബ്രഷ് ആവശ്യമാണ്. പക്ഷെ നേഷയാവട്ടെ അത് വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. അതേസമയം കടൽ തീരത്തുള്ള ഒരു ഗ്രാമമാണ് നമുക്ക് കാണിക്കുന്നത്. പതിവ് പോലെ ജനങ്ങൾ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് വലിയ രൂപത്തിലുള്ള എന്തോ ഒന്ന് പതുങ്ങി പതുങ്ങി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ മുന്നിൽ ഒരു നായ്ക്കുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ ആ ജെല്ലി രൂപം മാറി ഒരു പച്ച മോൺസ്റ്ററായി മാറുന്നു. പെട്ടെന്ന് ആ പട്ടിക്കുട്ടിയെ തിന്നാൻ നോക്കുമ്പോൾ നീ അതിനെ തിന്നരുത് എന്നൊരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ മുന്നിൽ നമ്മുടെ ഹീറോ നിൽക്കുന്നു. നായ്ക്കുട്ടിയാണ് ഞാൻ തിന്നാൻ വന്നത്, പക്ഷേ എന്റെ മുമ്പിൽ ഇപ്പോൾ മറ്റൊരു ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അത് ആക്രമിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അതിനിട്ട് ഒറ്റയടി അത് 200 മീറ്റർ തെറിച്ചുപോയി. നമ്മുടെ ഹീറോയിൽ നിന്ന് അടികിട്ടിയ ആ മോൺസ്റ്റർ ആവട്ടെ, ഇവൻ സാധാരണക്കാരനല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ പച്ച മോൺസ്റ്റർ ജെല്ലി രൂപത്തിലേക്ക് മാറി ഓടാൻ തുടങ്ങി. ആ രാക്ഷസനാവട്ടെ അടുത്തു കണ്ട ഒരു കുടത്തിൽ ഒളിച്ചെങ്കിലും നേഷ അവിടെയും എത്തി. പുറകെ ഗ്രാമവാസികളും വന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തെ നശിപ്പിക്കുകയാണോ എന്ന് അവർ അവനോട് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, ഇതിനുള്ളിൽ രാക്ഷസനുണ്ട് എന്ന് നേഷ അവരെ നോക്കി പറഞ്ഞു. ചുറ്റുമുള്ള കുടങ്ങളെല്ലാം തന്റെ തീശക്തി ഉപയോഗിച്ച് തകർക്കാൻ തുടങ്ങി. പക്ഷെ ഗ്രാമവാസികൾ പേടിച്ച് എന്താണ് സംഭവമെന്ന് പോലും നോക്കാതെ ഓടിപ്പോയി. ഒരു വശത്ത് ആ പച്ച രാക്ഷസൻ പേടിച്ചോടുന്നു, മറുവശത്ത് നേഷ കത്തിച്ച തീ ആ രാക്ഷസനെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും കത്തിക്കുന്നു. അതിനിടയിൽ കാട്ടിലൂടെ ഓടിവന്ന ആ രാക്ഷസൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. നേഷയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോകുന്നു. ഇത് കാണുന്ന കൂടെ കളിച്ച ചെക്കനാണെങ്കിൽ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയത് നേഷയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെയുള്ള നാട്ടുകാരോട് പറയുന്നു. ഇതിനിടയിൽ ആ പച്ച രാക്ഷസൻ കുട്ടിയുമായി കടലിലേക്ക് ചാടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കടലിലെ വെള്ളം മുഴുവൻ ഐസ് കട്ടയായി മാറി. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ കടൽ ഞാൻ ഐസാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കൊരിടത്തേക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കഥാപാത്രം വരുന്നു. ഇവനാണ് ഡ്രാഗൺ രാജകുമാരൻ, നമ്മുടെ സെക്കൻഡ് ഹീറോ. രാക്ഷസ, നീ ആ കുട്ടിയെ വിട്ടയക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഹൗ പിങ് ആ കുട്ടിയെ രക്ഷിക്കുന്നു. പക്ഷെ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ ആദ്യം കണ്ടത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ വേണം ആ മോൺസ്റ്ററെ തോൽപ്പിച്ച് ആ കുട്ടിയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് മീഷ ഹോപ്പിങ്ങിനെ തല്ലി ആ കുട്ടിയെ എടുത്ത് വീണ്ടും ആ മോൺസ്റ്ററിന് തന്നെ ആ കുട്ടിയെ കൊടുക്കുന്നു. ഇതൊക്കെ കാണുന്ന ഹോപ്പിങ് ആവട്ടെ അവർ തമ്മിൽ അടിപിടി കൂടുന്നു. നേഷയ്ക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും ഹോപ്പിങ് ജന്മന ഡ്രാഗൻ കഴിവുകളും നല്ല മുത്തിന്റെ പവറും ഉള്ളതുകൊണ്ട് തന്നെ നേഷയേക്കാൾ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നേഷയ്ക്ക് ചുറ്റും പലതരം ബബിൾസ് കാണാൻ തുടങ്ങി. അറിയാതെ നേഷ അതിലൊന്നിൽ തൊട്ടപ്പോൾ അവന്റെ കൈ കല്ലായി മാറാൻ തുടങ്ങി. ഈ ബബിളിൽ തൊട്ടാൽ നിങ്ങൾ കല്ലാകും, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്ന് ആ മോൺസ്റ്റർ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ വിഴുങ്ങി. അവരുടെ ചുറ്റും ബബിൾസ് കൊണ്ട് മൂടി. എന്നിട്ടും ഹോപ്പിംഗ് ബബിൾസിൽ തൊടാതെ രാക്ഷസന്റെ അടുത്തേക്ക് നീങ്ങി. അവന്റെ വയറ്റിൽ ഒരിടി കൊടുത്തു. വേദന കൊണ്ട് ആ രാക്ഷസൻ കുട്ടിയെ തുപ്പി. കുട്ടിയുടെ ദേഹത്തെ കഫം മൂലം ഹോപ്പിങ്ങിന്റെയും ശരീരം മുഴുവൻ കല്ലായി മാറി. ഭാഗ്യത്തിന് അവന്റെ കണ്ണുകൾ മാത്രം ബാക്കിയായിരുന്നു. ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ വലിയൊരു ഐസ് കട്ട എടുത്ത് അവനെ തല്ലാൻ നോക്കുന്നതിന് ഇടയിൽ
നമ്മുടെ ഹീറോ വന്ന് രാക്ഷസനുമായി യുദ്ധം ചെയ്തു. രാക്ഷസൻ പേടിച്ച് ബബിൾസ് മേശയുടെ നേരെ വീശി. പക്ഷേ മേശ കല്ലായി മാറിയ ഹൗ പിങ്ങിന്റെ ശരീരമെടുത്ത് ആ രാക്ഷസനുമായി ഫൈറ്റ് ചെയ്തു. മേശയുടെ അടി സഹിക്കാൻ പറ്റാതെ ആ രാക്ഷസൻ സുഖപ്പെടുത്താനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞ് കീഴടങ്ങി. ആ പച്ച മോൺസ്റ്റർ മരുന്നായി തന്റെ മൂക്കിലെ കഫമാണ് കൊടുത്തത്. അറപ്പുണ്ടെങ്കിലും നേഷ അത് കുടിച്ചു. എന്തായാലും കൈ ശരിയാകുമല്ലോ എന്ന് നേഷ ആശ്വസിച്ചു. പക്ഷേ ഇവന് എങ്ങനെയാണ് മരുന്ന് കൊടുക്കുക? ഇവന്റെ വായും കല്ലായില്ലേ എന്ന് ആ മോൺസ്റ്ററോട് ഇവൻ ചോദിച്ചപ്പോൾ, ഈ മരുന്ന് കുടിക്കേണ്ട ആവശ്യമില്ല, ശരീരത്തിൽ തേച്ചാൽ മതി എന്നവൻ മറുപടി പറഞ്ഞു. ഇതെന്താ നേരത്തെ എന്നോട് പറയാണ്ടിരുന്ന എന്ന് നേഷ അവനെ നോക്കി ദേഷ്യപ്പെട്ടു. നീ ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് ആ മോൺസ്റ്റർ അവനോട് പറഞ്ഞു. ദേഷ്യത്തോടെ നേഷ ഔപിങ്ങിനെ രക്ഷിച്ചു. അതേസമയം ഇവിടെ നേഷയുടെ അമ്മ മുറിയിലേക്ക് വന്നപ്പോൾ മാന്ത്രിക പെയിന്റിങ് കാറ്റിൽ പറക്കുന്നതും നിലത്ത് മാജിക്കൽ ബ്രഷ് കിടക്കുന്നതും കണ്ടു. നേഷ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. രാക്ഷസൻ രാജകുമാരന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. ഇനി ഇതുപോലെ നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിന്നെ കൊന്നുകളയുമെന്ന് ആ മോൺസ്റ്ററെ ഭീഷണിപ്പെടുത്തി അതിനെ കടലിലേക്ക് തിരിച്ചയച്ചു. എന്തായാലും ശത്രുക്കൾ പോയല്ലോ, ഇനി എന്താ എന്നോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ഡ്രാഗൻ രാജകുമാരനെ നോക്കി ഇവൻ ചോദിച്ചപ്പോൾ അവൻ തല കുനിച്ച്, എന്റെയും കുട്ടിയുടെയും ജീവൻ രക്ഷിച്ചതിന് നിന്നോട് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നീ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും എനിക്ക് ഒരു വലിയ വിഷയമേ അല്ല. ഞാൻ ജനിച്ചിരിക്കുന്നത് തന്നെ ദുഷ്ടശക്തികളെ കൊല്ലാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെറിയ കുട്ടി മേശയെ പേടിക്കാതെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവന് വളരെയധികം സന്തോഷമായി. അവൻ ആ കുട്ടിയുടെയും ആ ഡ്രാഗൻ രാജകുമാരന്റെയും കൂടെ ഒരുപാട് നേരം കളിച്ചു. കളിക്കുന്നതിനിടയിൽ മേശ കരയാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, എന്റെ അമ്മയല്ലാതെ ആരും എന്നോടൊപ്പം കളിച്ചിട്ടില്ല. നീ എന്നോടൊപ്പം കളിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് നേഷ ആ ഡ്രാഗൻ രാജകുമാരനെ നോക്കി പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന അവനാണെങ്കിൽ, എപ്പോഴെങ്കിലും എന്നോടൊപ്പം സംസാരിക്കാനോ കളിക്കാനോ തോന്നുകയാണെങ്കിൽ ഈ ശംഖ് വിളിക്കുക എന്ന് പറഞ്ഞ് രാജകുമാരൻ ഒരു ശംഖ് നേഷയ്ക്ക് കൊടുത്തു. നമ്മളിപ്പോൾ സുഹൃത്തുക്കളാണ്. നിനക്ക് എപ്പോൾ കളിക്കാൻ തോന്നിയാലും ഈ ശംഖ് ഊതിയാൽ മതി, ഞാൻ വരാം എന്ന് ആ രാജകുമാരൻ പറഞ്ഞു. എന്നിട്ട് അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ആവോബി. നേഷയാണെങ്കിൽ അവന്റെ പേരും പറഞ്ഞു കൊടുത്തു. ഈ സമയം ഗ്രാമത്തിലെ ആളുകൾ അങ്ങോട്ട് വന്നു. അപ്പോൾ തന്നെ ആവോബിങ് അവിടുന്ന് പോയി. നേഷയാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് വിചാരിച്ചാണ് അവർ നേഷയുടെ അടുത്തേക്ക് വരുന്നത്. അവരെല്ലാം നേഷയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ നേഷ നടന്ന കാര്യമെല്ലാം പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി വീണ്ടും നേഷയെ രാക്ഷസൻ എന്ന് വിളിച്ചു. നേഷ അവനെ തല്ലാനായി കൈ ഓങ്ങുമ്പോൾ അവന്റെ അമ്മ വന്ന് നേഷയെ അടിക്കുന്നു. ബാക്കിയുള്ള ഗ്രാമവാസികളും അവനെ തല്ലാൻ തുടങ്ങി. ഇവൻ എത്ര നേരം സഹിക്കും? ഇന്ന് ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞു നേഷ ഗ്രാമവാസികളുമായി തല്ലുകൂടാൻ തുടങ്ങി. അവസാനം നേഷയുടെ അടികൊണ്ട് പലരും അവിടെ നിന്ന് തെറിച്ചുപോയി. കൂട്ടത്തിലൊരുത്തൻ ഒരു ഈട്ടിയെടുത്ത് നേഷയ്ക്ക് നേരെ എറിഞ്ഞപ്പോൾ അവൻ അത് പിടിച്ച് തിരിച്ച് അവരെ ആക്രമിക്കാൻ പോകുമ്പോൾ തായ് വന്ന് ഈട്ടി തട്ടി മാറ്റുന്നു. നീ ആരെയും ഉപദ്രവിക്കരുത് എന്ന് തായ് അവനെ ഉപദേശിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ തട്ടിമാറ്റിയ ഈട്ടി തിരിച്ച് തായുടെ തോളിൽ തന്നെ കേറുന്നു. അയ്യോ അമ്മേ എന്ന് അവൻ നിലവിളിക്കാൻ തുടങ്ങി. അതേസമയം ഹീറോയുടെ അമ്മയും അച്ഛനും അവിടേക്ക് വരുന്നു. നേഷയാണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ട് നാട്ടുകാരെ ആക്രമിക്കാൻ പോകുമ്പോൾ മാന്ത്രിക തുണി കൊണ്ട് തായ് നേഷയെ കെട്ടിയിടുന്നു. ജനങ്ങളാണെങ്കിൽ നേഷ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്നും ഈ ഗ്രാമം നശിപ്പിച്ചുമെന്നും അതുകൊണ്ട് അവനെ തീർച്ചയായും ശിക്ഷിക്കണമെന്നും പറയാൻ തുടങ്ങി. നേഷയുടെ കയ്യിൽ രാക്ഷസന്റെ ദ്രവം കണ്ടപ്പോൾ നേഷ പറഞ്ഞത് സത്യമാണെന്ന് ലേക്ക് മനസ്സിലായി. പക്ഷെ അവൻ അത് ആരോടും പറഞ്ഞില്ല. അടുത്ത സീനിൽ ഹൗബിങ് തന്റെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ പരിശീലനം എങ്ങനെ പോകുന്നു എന്ന് അവന്റെ അച്ഛൻ ചോദിക്കുമ്പോൾ, എന്റെ പരിശീലനം നന്നായി പോകുന്നുണ്ട്, പേടിക്കേണ്ട. ഇന്ന് ഞാൻ കടൽക്കരയിൽ പോയപ്പോൾ എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടി എന്നവൻ അവന്റെ അച്ഛനോടും അവന്റെ മാസ്റ്റർ വില്ലൻ ഷെന്നോടും പറഞ്ഞു. ഇത് കേൾക്കുന്ന വില്ലനാണെങ്കിൽ, അവൻ നിന്നെ കണ്ടോ? നിന്നെപ്പറ്റി ആരും അറിയാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? നീ ഒരു ഡ്രാഗനാണെന്ന കാര്യം പുറത്തറിഞ്ഞാൽ 1000 വർഷങ്ങളായി കടലിനടിയിൽ ഡ്രാഗനുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും നീ എങ്ങനെ പുറത്തു വന്നു എന്നൊരു ചോദ്യമുണ്ടാവും. അത് വലിയൊരു പ്രശ്നമാകും എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ വില്ലൻ അവനോട് ചോദിച്ചു.
പക്ഷെ ഇത് കേൾക്കുന്ന ഹൗബിങ് ആണെങ്കിൽ ഇല്ല, അവനൊരു മനുഷ്യനാണ്. ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ച് അവൻ ശ്രദ്ധിച്ചത് പോലുമില്ല. അവന്റെ പേര് നേഷ എന്നാണ്. ഇതൊക്കെ കേൾക്കുന്ന വില്ലനാണെങ്കിൽ ഈ ലോകം വളരെ ചെറുതാണ് ആവോബി. നീ കൊല്ലേണ്ട ദുഷ്ടശക്തി അവനാണ് നേഷ. നീ പഠിച്ച കാര്യങ്ങൾ, നീ എടുത്ത ട്രെയിനിങ് അതെല്ലാം അവനെ കൊല്ലാനാണ്. അതുകൊണ്ട് നീ അവനുമായി കൂടുതൽ അടുത്ത് ഇടപഴകരുത്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നേഷയ്ക്ക് 2 വയസ്സ് കഴിഞ്ഞു 3 വയസ്സ് തുടങ്ങുമ്പോൾ അവന് കൊടുക്കപ്പെട്ട ശാപം കാരണം സ്വർഗത്തിലെ മിന്നൽ കൊണ്ട് മരിച്ചു പോകും. അതോടുകൂടി അവന്റെ ശരീരത്തിൽ നിന്നും ആ ചീത്തമുത്ത് വെളിയിലേക്ക് വരും. അങ്ങനെ ആ ഡീമോൺ പില്ലിന്റെ ശക്തി കാരണം ആ ഗ്രാമം മൊത്തം നശിക്കാൻ പോവുകയാണ്. ആ സമയത്ത് വേണം നീ ആ ഗ്രാമത്തിൽ ചെല്ലാൻ. എന്നിട്ട് അവിടെയുള്ള ആളുകളെ മൊത്തം രക്ഷിക്കണം. പക്ഷേ നിന്റെ തലയിലെ കൊമ്പ് മറച്ചു വെച്ച് വേണം നീ അങ്ങോട്ട് പോകുവാൻ. നീ ഒരു ഡ്രാഗൻ ആണെന്ന കാര്യം ആരും അറിയരുത്. അങ്ങനെ അവിടുത്തെ മിഷനിൽ നീ ജയിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടും. സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ മുഴുവൻ കുടുംബത്തെയും നിനക്ക് ഈ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നിന്റെ അച്ഛനെയും കൂട്ടരെയും രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ എന്നൊക്കെയാണ് ഷെൻ അവനോട് പറയുന്നത്. വില്ലൻ ഷെന്നിന്റെ വാക്കുകൾ കേട്ട് ആവോബി അതിനെ സമ്മതിച്ചു. പിന്നീട് നീഷയാണ് കാണിക്കുന്നത്. അവൻ 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ആ സമയത്ത് അവന്റെ പേരൻസ് അവന്റെ അടുത്ത് വന്നിട്ട്, ഇനി 10 ദിവസത്തിനുള്ളിൽ നിന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്. നാട്ടുകാർ നീ ആ വാട്ടർ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരും നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറയുന്നു. അതെല്ലാം കേട്ട മേഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ അവന്റെ പേരൻസ് അത് കണ്ട് ഒരുപാട് വിഷമിക്കുന്നു. കാരണം 3-മത്തെ ബർത്ത്ഡേക്ക് അവൻ മരണപ്പെടും. പിന്നീട് നമ്മൾ കാണുന്നത് നേഷ ആ ശംഖ് വെച്ച് ഹവോബിങ്ങിനെ വിളിച്ച് തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. നീ എങ്ങനെ വരണമെന്ന് ഞാൻ ഈ പേപ്പറിൽ വരച്ചു വെച്ചിട്ടുണ്ട്. മറക്കാതെ വരണം എന്ന് പറയുന്നു. ഞാനില്ലടാ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ബിങ് പറയുമ്പോൾ, അങ്ങനെയൊന്നും നീ പറയരുത് എന്ന് നേഷ പറയുന്നു. എന്തിനാണ് നീ എനിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ബിങ് ചോദിക്കുമ്പോൾ, നീ മാത്രമല്ലേ എനിക്കുള്ള ഒരേ ഒരു ഫ്രണ്ട്, നീ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാകും എന്ന് നേഷ വളരെ ഇന്നസെന്റ് ആയി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ബിങ്ങിന് ഒരു ചെറിയ കുറ്റബോധം തോന്നുന്നു. ഞാൻ എന്തായാലും വരാം എന്നവൻ പറയുന്നു. പിന്നീട് അവൻ വീണ്ടും ഡ്രാഗൺസിന്റെ അടുത്തേക്ക് പോകുന്നു. ഹീറോ കൊടുത്ത ആ പേപ്പർ അവൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡ്രാഗൺ രാജാവ്, മോനെ, നീ ആ നെഷയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നീ നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഈ സ്കിൽസ് വെച്ചോ. അവിടെയുള്ള ഓരോ ഡ്രാഗൺസും അവരുടെ ശരീരത്തിൽ നിന്ന് 2 സ്കിൽസ് വീതം പറിച്ച് ഒരു കവചമാക്കി ആ കവചം നമ്മുടെ ആവോബെങ്ങിന്റെ ശരീരത്തിൽ ഒരു ഡ്രസ്സായി കൊടുക്കുന്നു. അങ്ങനെ നേഷയുടെ 3-മത്തെ പിറന്നാളിന്റെ ദിവസമായി വലിയൊരു ആഘോഷം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. നേഷ ഇപ്പോൾ അവന്റെ റൂമിൽ നിന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആ ഷെൻ അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് നേഷയുടെ അടുത്ത് സത്യങ്ങൾ മൊത്തം തുറന്നു പറയുവാനാണ്. അവന്റെ ശരീരത്തിനകത്തുള്ളത് ആ ചീത്ത മുത്താണെന്നും പ്രധാനമായി ഇന്ന് ആ സ്വർഗത്തിന്റെ മിന്നൽ താങ്ങി അവൻ മരിക്കാൻ പോവുകയാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്ന അവനാണെങ്കിൽ തന്റെ അമ്മയും അച്ഛനും തന്നോട് പറയാതെ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചല്ലോ എന്ന ഒരു ദേഷ്യത്തിൽ ഹീറോ നേരെ ആ പാർട്ടിക്ക് വരുന്നു. ആദ്യം നമ്മുടെ ഷായയാണ് കാണിക്കുന്നത്. അവൻ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തീ തുപ്പാൻ കഴിയുന്ന ഒരു ഈട്ടിയും ഒരു മാന്ത്രിക റിബണും അവന് സമ്മാനമായി കൊടുത്തു. കൂടാതെ അവന്റെ കൂടെയുള്ള പന്നിക്കുട്ടയെയും കാണിച്ചുകൊണ്ട്, ഇനി ഇത് നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നു. ഇതാണ് നിന്റെ വാഹനം, ഒരു തവണ നീ അതിനെ തൊട്ടു നോക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ പന്നിക്കുട്ടി ഒരു തീഗോളമായി മാറുന്നു. ഇത് വെച്ച് ഹീറോയ്ക്ക് കാറ്റിൽ കൂടി പറക്കാൻ പറ്റും. മാത്രമല്ല അവന്റെ അച്ഛനും അവനൊരു സമ്മാനം കൊടുത്തു. എന്നാൽ പെട്ടെന്നാണ് അവൻ വല്ലാതെ ദേഷ്യപ്പെടുന്നത്. നിങ്ങൾ എന്നോട് കള്ളം പറയുകയായിരുന്നുവല്ലേ എന്റെ ശരീരത്തിൽ ആ നല്ല മുത്താണെന്ന്. എന്നാൽ ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി. എനിക്ക് ആ ചീത്ത മുത്തിന്റെ പവറാണ് എന്റെ ശരീരത്തിലുള്ളതെന്ന് എനിക്കറിയാം. എങ്ങനെയായിരുന്നാലും ഇന്നാണ് നിങ്ങൾ എന്നെ അവസാനമായി കാണുന്ന ദിവസം. ഇന്ന് സ്വർഗത്തിലെ മിന്നലേറ്റ് ഞാൻ ഇല്ലാതാവാൻ പോവുകയാണ്. ലീമിനും ഇത് കേട്ട് ഞെട്ടുന്നു. നിനക്കെങ്ങനെ ഇതെല്ലാം അറിയാം എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടവർ എല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ദേഷ്യം നിങ്ങളോടാണ്. നിങ്ങൾക്ക് സത്യം പറയാമായിരുന്നില്ലേ? എന്തിനാണ് ഞാൻ ഒരു ഡീമൻ ശക്തിയാണെന്ന് മറച്ചു വെച്ചത് എന്ന് നേഷ ചോദിക്കുന്നു.
നിങ്ങൾ പറയാതെ മറച്ചുവെച്ച് ഈ ആളുകളെ രക്ഷിക്കാനുള്ള പരിശീലനം എനിക്ക് തന്നില്ലേ? ഇനി ഒരു നിമിഷം പോലും ഞാൻ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ് ചില മാന്ത്രിക വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ സായിക്ക് അത് മനസ്സിലാകുന്നു. കാരണം ആ മന്ത്രങ്ങൾ ഈറോയുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാന്ത്രിക വള അഴിക്കാനുള്ളതായിരുന്നു. ഈറോയുടെ ശരീരം മുഴുവനും തീപ്പൊരിയാൽ പറക്കാൻ തുടങ്ങുന്നു. അവന്റെ കുട്ടിക്കാലത്തെ രൂപം മാറി ഒരു യുവാവിന്റെ രൂപത്തിലേക്ക് മാറുന്നു. കഴുത്തിൽ നിന്നും ആ വള അഴിഞ്ഞു വീണതും ഷെൻ അത് കൈക്കലാക്കുന്നു. സത്യത്തിൽ നേഷ്യയുടെ ശരീരത്തിലെ ആ തീശക്തിയെ നിയന്ത്രിച്ചിരുന്നത് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ വളയായിരുന്നു. അത് പോയതോടെ നേഷ്യയുടെ ശരീരം മുഴുവൻ ആ തീശക്തി നിയന്ത്രിക്കാൻ തുടങ്ങുകയും അവൻ ഭ്രാന്തനെ പോലെ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. ലീ വന്ന് അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. തായും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കഴിവുകൾ അധിക നേരം നീണ്ടു നിന്നില്ല. അവൻ അവരെ ഇടതും വലതുമായി ആക്രമിക്കാൻ തുടങ്ങി. ഈ നടക്കുന്ന ഫൈറ്റെല്ലാം വില്ലൻ ഒരു മലയുടെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് അവന്റെ അടുത്തിരിക്കുന്ന ഹാവോ ബിങ്ങിനോട് ഇതാണ് ശരിയായ സമയം. നീ ഇപ്പോൾ അകത്തേക്ക് പോയാൽ ആ നേഷയെ നശിപ്പിക്കാം. അവനിലുള്ള ആ ചീത്ത മുത്ത് എടുത്താൽ ഈ ആളുകളെ രക്ഷിക്കാം. നിന്റെ ഉള്ളിലുള്ള ആ നല്ല ശക്തിയും അവനിൽ നിന്ന് എടുക്കുന്ന ആ മോശം ശക്തിയും വെച്ച് നിന്റെ കൊമ്പുകൾ മറയ്ക്കാൻ എനിക്ക് കഴിയും. ഒരു സാധാരണ മനുഷ്യനെ പോലെ ദൈവങ്ങൾക്കുള്ള പരീക്ഷയിൽ നിനക്ക് പങ്കെടുക്കാം എന്ന് ഷൻ അവനോട് പറഞ്ഞു. ബിങ് ആണെങ്കിൽ മാസ്റ്റർ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഞാൻ അവനെ ഒരു സുഹൃത്തായി കാണുന്നു. ഇത് കേൾക്കുന്ന ഷെന്നാണെങ്കിൽ ഡേ ദൈവങ്ങൾ നിന്റെ അച്ഛനെ ചതിച്ചു. രാക്ഷസന്മാരെ തടവിലാക്കി വെക്കുക എന്ന പേരിൽ ഡ്രാഗൺസ് 1000 വർഷങ്ങളായി ഒരു തടവറയിലാണ് ജീവിക്കുന്നത്. അത് നിനക്ക് പ്രശ്നമായി തോന്നുന്നില്ല. ഞാൻ നിന്നോട് ഒരു കാര്യം നേരിട്ട് പറയാം. എന്തെന്നാൽ ആ തായേക്കാൾ ഞാൻ വളരെയധികം ശക്തിയും കഴിവുമുള്ളവനാണ്. സ്വർഗത്തിലെ രാജാവ് എന്തിനാണ് അവനെ വിശ്വസിക്കുന്നത് എന്ന് നിനക്കറിയുമോ? കാരണം അവനൊരു പച്ചയായ മനുഷ്യനാണ്. പക്ഷേ ഞാനൊരു ജാഗോർ രാക്ഷസനായി ജനിച്ചു. അത് കഴിഞ്ഞാണ് ദേവനായത്. അതുകൊണ്ടാണ് അവർ എന്നെ മാറ്റി നിർത്തുന്നത്. ഒരു നിമിഷം ശാന്തമായി ബിങ് ചിന്തിച്ചു. ശരി, നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. ആ നേഷയെ ഞാൻ കൊല്ലാം. പക്ഷേ അവന്റെ അമ്മയും അച്ഛനെയും എനിക്ക് രക്ഷിക്കണം. അതിനെനിക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വള വേണം എന്ന് ചോദിക്കുമ്പോൾ വില്ലനും വേറെ വഴിയില്ലാതെ ആ വള തിരിച്ചു കൊടുക്കുന്നു. ഒരു ഭാഗത്ത് നേഷ തന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് സ്വന്തം അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ഹവോ ബിങ് വന്ന് അവന്റെ മഞ്ഞിന്റെ ശക്തി ഉപയോഗിച്ച് നേഷയുടെ ആയുധം പറത്തിക്കളയുന്നു. ശരിക്കും ബിങ് തന്റെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ആർക്കെങ്കിലും അവനൊരു ഡ്രാഗൻ വംശജനാണെന്ന് അറിഞ്ഞാൽ തടവിൽ വെച്ചിരിക്കുന്ന ഇവർ എങ്ങനെ പുറത്തു വന്നു എന്നൊരു ചോദ്യം വരും. അത് മൊത്തം ഡ്രാഗൺ വംശത്തിനും ആപത്താണ്. ഇപ്പോൾ നേഷയും ബിങ്ങും തമ്മിൽ വളരെ ശക്തിയുള്ള ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. നേഷ തന്റെ തീശക്തി ആയുധമാക്കുമ്പോൾ നമ്മുടെ ബിങ് അവന്റെ മഞ്ഞുകട്ടകൾ ആയുധമാക്കുന്നു. ഒരു ഹനുമാനെ പോലെ അവന്റെ 2 കൈയിലും ഗദയുണ്ട്. ഹീറോ ആക്രമിക്കാൻ വരുമ്പോൾ അവന്റെ ആയുധം മരവിപ്പിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം കയ്യിലുണ്ടായിരുന്ന ആ സ്വർണവള അവൻ സായിയുടെ അടുത്തേക്ക് എറിയുന്നു. സായ് അതുപയോഗിച്ച് വീണ്ടും ഹീറോയെ വളഞ്ഞ് കഴുത്തിൽ ആ വള ലോക്ക് ചെയ്യുന്നു. ആ വളയുടെ ശക്തി മൂലം വീണ്ടും കുട്ടിയായി മാറിയ ഹീറോ താഴെ വീഴുമ്പോൾ ആരും എന്നെ തുടരുത്, നിങ്ങൾ എല്ലാവരും എന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് പറക്കുന്ന ചക്രങ്ങളുടെ സഹായത്തോടെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം ലീ, മോനെ നീ ആരാണെന്ന് എനിക്കറിയില്ല, എന്നാലും സഹായിച്ചതിന് നന്ദി. നിങ്ങളുടെ മുഖം ഒന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ക്ഷമിക്കണം, ഞാൻ ആരെയും എന്റെ മുഖം കാണിക്കാറില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മടങ്ങാൻ നോക്കുമ്പോൾ എന്നാൽ ലീ മുഖം കാണിക്കൂ എന്ന് പറഞ്ഞ് അവന്റെ തുണി മാറ്റുന്നു. അതോടെ ഹവോ ബിങ് ഒരു ഡ്രാഗൻ രാജകുമാരനാണെന്ന സത്യം പുറത്തു വരുന്നു. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടി. സായി ആണെങ്കിൽ 1000 വർഷങ്ങളായി കടലിനടിയിലാണ് ഡ്രാഗൻസ് വസിക്കുന്നത്. അങ്ങനെയിരിക്കെ സ്വർഗത്തിലെ രാജാവ് തന്ന കൽപ്പന തെറ്റിച്ച് നീ എങ്ങനെ പുറത്തു വന്നു? ഇത് വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞ് അവൻ അവന്റെ അടുത്തേക്ക് തിരിഞ്ഞു. ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ബിങ് ശ്രമിച്ചെങ്കിലും അപ്പോൾ കറക്റ്റ് സമയത്ത് വില്ലൻ അവിടേക്ക് വരുന്നു. ഇത് കാണുന്ന സായി ആണെങ്കിൽ അത്ഭുതപ്പെടുന്നു. ഡേയ്, നീ ഇവന്റെ കൂടെ കൂടി ദൈവത്തിന്റെ വിധിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണോ? ഇത് കേൾക്കുന്ന വില്ലൻ ഷെന്നാണെങ്കിൽ കള്ള ദൈവങ്ങൾ രാക്ഷസന്മാരെ തടവിലാക്കുന്നു എന്ന പേരിൽ ഡ്രാഗൺസിനെ അവരുടെ കൂടെ തടവിലാക്കി. നിങ്ങളെന്തോ നല്ലവരെ പോലെ സംസാരിക്കുന്നു. തുടക്കം മുതലേ ദേവന്മാർ തെറ്റുകാരാണ്. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ്
അവൻ ബിങ്ങിന് നേരെ തിരിഞ്ഞു. നോക്ക്, ഇവിടെയുള്ളവരെല്ലാവരും നിന്റെ രൂപം കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലെ രാജാവ് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വിവരം അറിഞ്ഞാൽ നിന്റെ ഡ്രാഗൻ വംശം തന്നെ ഇല്ലാതാകും. നിന്റെ വംശത്തെ രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി ഈ നഗരത്തെയും ആളുകളെയും നശിപ്പിക്കുക എന്നതാണ്. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബിങ് തന്റെ കയ്യിലുള്ള പവർ ഉപയോഗിച്ച് നഗരത്തിന് മുകളിൽ വലിയൊരു ജലതടാകം തന്നെ ഉണ്ടാക്കി. ഒരു നിമിഷം കൊണ്ട് അവൻ അതിനെ മഞ്ഞുകട്ടയാക്കി മാറ്റുന്നു. മറ്റൊരു ഭാഗത്ത് ഒറ്റയ്ക്ക് കാട്ടിൽ വന്ന ഹീറോ അവിടെയുള്ള മരങ്ങളെല്ലാം അടിച്ചു തകർക്കുകയാണ്. അപ്പോൾ മാന്ത്രിക ചക്രം വീണ്ടും പന്നിക്കുട്ടിയുടെ രൂപത്തിലേക്ക് മാറുന്നു. കൂടാതെ ഹീറോയ്ക്ക് ഒരു ചെറിയ ഇലൂഷൻ കാണിക്കുന്നു. ഒരു സീനിൽ ലീയും തായും കൂടി സ്വർഗത്തിലെ രാജാവിനോട് ഹീറോയെ രക്ഷിക്കാൻ സഹായം ചോദിക്കുമ്പോൾ അവിടെ വന്ന മേഘ മനുഷ്യൻ സ്വർഗത്തിലെ മിന്നൽ ശാപത്തിൽ നിന്ന് ഹീറോയെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. 2 തരത്തിലുള്ള രക്ഷാ കവചമുണ്ട്. അതുമൂലം ചിലപ്പോൾ ഈ ശാപം നമുക്ക് മാറ്റാൻ പറ്റും. അതിലൊന്ന് ശാപമുള്ളവൻ വെക്കണം. മറ്റേ കവചം കുടുംബത്തിൽ ആരെങ്കിലും വെച്ചാൽ ഒരാൾക്ക് കിട്ടിയ ശാപം കുടുംബത്തിലുള്ള മറ്റൊരാളിലേക്ക് മാറ്റിക്കൊടുക്കാനാകും. അതായത് മേശയ്ക്ക് പകരം അവന്റെ അമ്മയോ അച്ഛനോ മരിക്കുന്നത് പോലെ. മറ്റൊന്നും ആലോചിക്കാതെ ലീ അതിന് സമ്മതിക്കുന്നു. ഇത് കേൾക്കുന്ന തായ് ആണെങ്കിൽ അത് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീ അതിന് വഴങ്ങുന്നില്ല. എന്റെ ഭാര്യയും കുട്ടിയെയും ദയവായി ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്ന് തായോട് പറഞ്ഞു. പക്ഷേ തായ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. നീ എന്റെ ഭാര്യയോട് പറഞ്ഞാൽ എന്റെ മകനോടൊപ്പം ഞാനും ആ ഇടിമിന്നലേറ്റ് മരിക്കും. ഇത് കേൾക്കുന്ന തായ് ആണെങ്കിൽ മറ്റൊരു വഴിയുമില്ലാതെ സമ്മതിക്കുന്നു. ഈ ഇലൂഷൻ കണ്ട് ഞെട്ടിപ്പോയ ഹീറോ തന്റെ നാടും നാട്ടുകാരും തന്നെ മാറ്റി നിർത്തിയെങ്കിലും തന്റെ അമ്മയ്ക്കും അച്ഛനും തന്നോട് ശരിക്കുമുള്ള സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവൻ ഒരു നിമിഷം അവന്റെ അച്ഛൻ നൽകിയ ആ സമ്മാനം എന്താണെന്ന് എടുത്തു നോക്കുമ്പോൾ അത് ആ മാന്ത്രിക കവചം ആണ്. ഉടൻ തന്നെ അവൻ തിരിച്ച് നഗരത്തിലേക്ക് പോകുന്നു. അതേസമയം ഹാവോ ബിങ് ആണെങ്കിൽ നഗരത്തിന് മുകളിലുള്ള വെള്ളം മുഴുവൻ മഞ്ഞുകട്ടയാക്കുമ്പോൾ അവനെ തടയാൻ ലീയും മിന്നും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ശരീരത്തിലുള്ള ഡ്രാഗൺ ചിതലുകൾ മൂലമുള്ള വസ്ത്രം കാരണം എത്ര വലിയ അക്രമത്തെയും വളരെ നിസ്സാരമായി തടയുന്നു. ഇത് മനസ്സിലാക്കിയ ലീ അവന്റെ തലയിലേക്ക് ആക്രമിക്കാൻ വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അവൻ രണ്ടുപേരെയും മരവിപ്പിച്ചു. പെട്ടെന്ന് എവിടുന്നോ പറന്നു വന്ന വലിയൊരു തീഗോളം ബിങ്ങിന്റെ മുകളിൽ വന്നു വീഴുന്നു. അതിന്റെ ചൂടിൽ മരവിച്ചു പോയ ലീയും ഇന്നും സാധാരണ നിലയിലേക്ക് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഹീറോ ആയ മേശയാണ്. അവർ രണ്ടുപേരും പരസ്പരം വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ബിങ്ങിന്റെ കൂടെ വില്ലൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടാളികളാണെന്ന സത്യം ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹീറോയേക്കാൾ കൂടുതൽ ശക്തി ബിങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മേശയേക്കാൾ കൂടുതൽ മികച്ചതായി ഈ ഫൈറ്റിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ മേശയെ ആക്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവൻ അവന്റെ വെള്ളത്തിന്റെ ശക്തി ഉപയോഗിക്കുമ്പോൾ ഹീറോ തീ കൊണ്ടുള്ള ഈട്ടി ഉപയോഗിച്ച് അതിനെയെല്ലാം തടയുന്നു. അതോടെ ആ സ്ഥലം മുഴുവൻ പുക നിറഞ്ഞ സ്ഥലമായി മാറുന്നു. പെട്ടെന്ന് അകത്തേക്ക് വന്ന ബി മേശയെ ആക്രമിക്കുന്ന പോലെ ആംഗ്യം കാണിച്ച് മുമ്പിൽ നിൽക്കുന്ന വില്ലനെ ആക്രമിക്കുന്നു. ഡേ, ഞാൻ നിന്റെ മാസ്റ്ററാണ്, പിന്നെ എന്തിനാണ് എന്നെ ആക്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. അപ്പോൾ വില്ലൻ മേശ പുറകിലുണ്ട് എന്ന് പറയുമ്പോൾ ബിൻ തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ ഈ സമയം ഈട്ടി വെച്ച് വില്ലൻ ബിങ്ങിനെ അടിക്കുന്നു. ഡേ, ഇതെന്റെ രൂപം മാറുന്ന വിദ്യയാണ്, ധൈര്യമുണ്ടെങ്കിൽ എന്നെ പിടിക്ക് എന്ന് പറഞ്ഞ് മേശ ആ പുകയുടെ ഉള്ളിലേക്ക് വീണ്ടും പോകുന്നു. മറ്റൊരു ഭാഗത്ത് വില്ലനും തായും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. പെട്ടെന്നാണ് തായുടെ കയ്യിലുണ്ടായിരുന്ന ആ മാന്ത്രിക ചിത്രത്തിലേക്ക് നമ്മുടെ ബിങ് കേറിപ്പോകുന്നത്. വില്ലൻ അവന്റെ കാൽ പിടിക്കുന്നുണ്ടെങ്കിലും അത് തടയാൻ പറ്റുന്നില്ല. താൻ തനിയെ പോകില്ല എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ലീയെയും മേശയെയും പിടിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ആ ചിത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ ചിത്രത്തിനുള്ളിലുള്ള മായ ലോകത്ത് വെച്ചും ഈ 4 പേരുടെയും ഇടയിൽ അടിപിടി നടക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മാന്ത്രിക ബ്രഷ് കൈവശമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അതിനാൽ അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ 4 പേരും ആ സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കുന്നു. കണ്ണിന് മുന്നിൽ ഹീറോയുടെ അച്ഛനും അമ്മയുമുണ്ട്. ആദ്യം അവരെ ആക്രമിക്കാം എന്ന് പറഞ്ഞ് ബിങ് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ആ അടി വാങ്ങുന്നു. കൂടാതെ പരിക്ക് പറ്റിയതുകൊണ്ട് അവൻ താഴെ വീഴുന്നു. ഈ സമയം ഉപയോഗിച്ച് ബിങ് അവനുണ്ടാക്കിയ മഞ്ഞുകട്ട തകർക്കാൻ വേണ്ടി ഡ്രാഗൻ രൂപത്തിലേക്ക് മാറി മഞ്ഞുകട്ടയ്ക്ക് മുകളിൽ കയറി ചാടുന്നു. എങ്ങനെയായാലും എല്ലാവരും രക്ഷിക്കണമല്ലോ. വില്ലൻ ഷായ് നമ്മുടെ നേഷയോട് പറഞ്ഞു കൊടുത്ത ആ മന്ത്രം അവൻ വീണ്ടും ഉരുവിടുന്നു.
അതുമൂലം അവന്റെ കഴുത്തിലുള്ള ആ സ്വർണവള അഴിഞ്ഞ് അവന്റെ കൈകളിലേക്ക് എത്തുന്നു. ഈ സമയം ഹീറോ സ്വബോധത്തിലാണ്. അവൻ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് മഞ്ഞക്കട്ടയെ താങ്ങി പിടിച്ച് മുകളിലേക്ക് തള്ളുന്നു. ആദ്യം ആബോബിങ്ങിനെതിരെ ആ മഞ്ഞക്കട്ട ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവസാന നിമിഷം ഹീറോയുടെ ശരീരത്തിൽ നിന്ന് 4 കൈകൾ ഒന്നിച്ച് പുറത്തേക്ക് വരുന്നു. അതോടെ ബിങ് ഉണ്ടാക്കിയ മഞ്ഞുകട്ട തകർന്നു വീഴുന്നു. തീട്ടിയുടെ മുന്നിൽ ഹാവോ ബിങ്ങിനെ കുത്തിക്കൊല്ലാനുള്ള അവസരം കിട്ടിയിട്ടും ഹീറോ അവനെ കൊല്ലുന്നില്ല. സംശയത്തോടെ നിൽക്കുന്ന ബിങ് എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ, നീയാണ് എന്റെ ഒരേ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് അവൻ അമ്മയുടെയും അച്ഛന്റെയും അടുത്തേക്ക് വരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഒരുപക്ഷെ എനിക്കിപ്പോഴാണ് നിങ്ങൾ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ കാരണം നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതാ നിങ്ങൾ എനിക്ക് തന്ന രക്ഷാകവചം. ഇത് എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അത് കത്തിച്ചു കളയുന്നു. എന്തായാലും ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. അവൻ അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ മിന്നൽ ഹീറോയെ വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ബിങ് ആ മിന്നലിന്റെ അകത്തേക്ക് വരുന്നു. എടാ പൊട്ടാ, നീ എന്തിനാ ഇതിനകത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മിങ് പറഞ്ഞു, ഞാൻ ആ വില്ലന്റെ വാക്ക് കേട്ട് തെറ്റ് ചെയ്തു. ഞാൻ നിന്നെ വിട്ടു പോകില്ല. കാരണം നീ പറഞ്ഞ പോലെ നീ മാത്രമാണ് എനിക്കുമുള്ള ആകെ ഒരു കൂട്ടുകാരൻ. ഡ്രാഗൺസ് നൽകിയ ചിതലുകൾ ഉപയോഗിച്ച് മിന്നലിന്റെ ശക്തി തടയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ആ കവചം തന്നെ പൊട്ടിപ്പോകുന്നു. ഈ സംഭവങ്ങളെല്ലാം കണ്ട് ഭയന്ന വില്ലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കി സമാധാനത്തോടെ മരിക്കാനായി അവർ പരസ്പരം കൈകൾ കോർക്കുന്നു. പക്ഷേ അവിടെ അപ്രത്യക്ഷമായി ഒരു സംഭവം നടക്കുന്നു. കഥയുടെ തുടക്കത്തിൽ കെയോസ് എന്ന ജീവിക്ക് ശക്തി ആഗിരണം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഹീറോയുടെയും ബിങ്ങിന്റെയും ശരീരത്തിൽ 2 മുത്തുക്കളുണ്ട്. ഈ മുത്തുക്കൾ ഒന്നായി ചേരുമ്പോൾ അവരും കിയോസിനെ പോലെ ആകുന്നു. സ്വർഗത്തിലെ മിന്നലിനെ അവരുടെ ശരീരം വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അത് അവരുടെ ശരീരത്തിന് താങ്ങുന്നതിലും അധികമായി. വീണ്ടും ആകാശത്തു നിന്ന് ഒരു വലിയ മിന്നൽ പന്ത് പതിക്കാൻ പോകുന്നത് കണ്ട നേഷയും വിങ്ങും അവർ ശേഖരിച്ചു വെച്ച ആ മിന്നൽ ശക്തി തിരിച്ച് ആകാശത്തുള്ള ആ മിന്നൽ പന്തിലേക്ക് അയക്കുന്നു. 2 ശക്തികളും കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നു. അതിന്റെ നടുവിൽ ഹീറോയും ബിങ്ങും പെട്ടുപോകുന്നു. അവർ മരിക്കാൻ പോകുന്ന സമയത്ത് തായ് ഒരു മാന്ത്രിക താമരപ്പെട്ടിയുമായി വന്ന് ഹീറോയെയും ബിങ്ങിന്റെയും ആത്മാവിനെ അതിലേക്ക് മാറ്റുന്നു. സ്വർഗത്തിലെ വെളിച്ചം പോയതിനു ശേഷം താമരപ്പെട്ടി തുറക്കുന്നു. അതിൽ ബിങ്ങിന്റെയും ഹീറോയുടെയും ആത്മാവ് സുരക്ഷിതമായിരിക്കുന്നു. പക്ഷെ അവരുടെ ശരീരം മാത്രം കിട്ടിയില്ല. തന്റെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ലീയും യിന്നും വളരെയധികം സന്തോഷിക്കുന്നു. തുടക്കത്തിൽ ഹീറോയെ ഒരു രാക്ഷസനായി കണ്ട ആളുകൾ ഇപ്പോൾ അവനെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കാൻ തുടങ്ങുന്നു. അവന് വേണ്ട ബഹുമാനം നൽകി. ഇവിടെ വെച്ച് ഈ സിനിമയുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്തൊരു സൂപ്പർ സിനിമയുമായി ഞാൻ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ഗെയ്സ്.